തെരഞ്ഞെടുപ്പ് തോൽവി പ്രത്യേകം ഓരോ മണ്ഡലം തിരിച്ച് പരിശോധിക്കാൻ തന്നെയാണ് സിപിഎം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രമായ മണ്ഡലമായിരുന്നു പൊന്നാനി. അപ്പോൾ ആ സിറ്റിംഗ് മണ്ഡലം നഷ്ടപ്പെട്ടതിന് കാരണം ആ തോൽവി പ്രത്യേകം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് സിപിഎം ജില്ലാ കമ്മിറ്റിക്ക് ശേഷം ചേരുന്ന മണ്ഡലം കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകും. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദവും പാർട്ടിയിലെ വിഭാഗീയതയും ഈ തിരിച്ചടിക്ക് കാരണമായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. മലപ്പുറം ജില്ലയിൽ 16-ൽ 15 സീറ്റ് നഷ്ടപ്പെട്ടാലും പൊന്നാനി കൈവിടില്ല എന്നായിരുന്നു സിപിഎമ്മിന്റെ ഉറച്ച വിശ്വാസം. എന്നാൽ UDF തരംഗം ആഞ്ഞു വീശിയതോടെ പൊന്നാനിയിലെ ഇടതുകോട്ട പൊളിഞ്ഞു. 13,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് തോറ്റതിന്റെ ഞെട്ടലിലാണ് സിപിഎം. പരാജയം പ്രത്യേകം പരിശോധിക്കാൻ മെയ് 20-ന് ശേഷമുള്ള മണ്ഡലം കമ്മിറ്റി യോഗത്തിന് ശേഷം തീരുമാനമെടുക്കും. ഇതിനായി പ്രത്യേക സമിതിയെയും നിയോഗിച്ചേക്കും. ആവശ്യമായ എല്ലാ കാര്യങ്ങളും സമഗ്രമായി പരിശോധിക്കും. അങ്ങനെയാണ് MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെയുണ്ടായ പൊട്ടിത്തെറിയും പരാജയത്തിന്റെ ആക്കം കൂട്ടിയെന്നുള്ള വിലയിരുത്തലിലാണ് നേതൃത്വം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വോട്ടെടുപ്പിന്റെ തലേ ദിവസം വരെ പാർട്ടിക്കെതിരെയും സ്ഥാനാർത്ഥിക്കെതിരെയും നിരത്തുകളിലും വീടുകളിലും ഫ്ലെക്സുകളും നോട്ടീസുകളും എത്തിയിരുന്നു. ഇതിന് പിന്നിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദീഖിനെ അനുകൂലിക്കുന്നവരാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. പൊന്നാനി നഗരസഭയിലും 5 പഞ്ചായത്തുകളിലും LDF പിന്നോക്കം പോകാൻ കാരണം വോട്ട് മറിച്ചതാണ് എന്ന ആരോപണവുമുണ്ട്. സമിതിയുടെ പരിശോധനയ്ക്ക് ശേഷം ചില നേതാക്കൾക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട്. മീഡിയ 1 തിരൂർ. വിവരങ്ങളുമായി യൂനസ് അഹമ്മദാണ് ചേരുന്നത്. യൂനസ്, പൊന്നാനിയിലെ തിരിച്ചടി അത് അപ്രതീക്ഷിതമായിരുന്നു. സിപിഎമ്മിനെ സംബന്ധിച്ച് ഇടത് കേന്ദ്രങ്ങളിലൊക്കെ തിരിച്ചടി നേരിടേണ്ടി വന്നുവെങ്കിലും പൊന്നാനി കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നു. അത് നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് അവിടെ തോൽവി നേരിട്ടു എന്നത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിലേക്ക് എപ്പോഴാണ് സിപിഎം കടക്കുക? നിലവിൽ പ്രാഥമിക വിലയിരുത്തൽ എങ്ങനെയാണ് സിപിഎമ്മിന്റേത്? ദിവ്യ പറയുന്നത് പോലെ തന്നെയാണ് പൊന്നാനി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ സിപിഎമ്മിന്റെ ഏറ്റവും വലിയ ശക്തമായ കേന്ദ്രം കൂടിയാണ്. കേഡർ വോട്ടുകളുള്ള, കേഡർ സംവിധാനമുള്ള, ഏറ്റവും സംഘടനാ സംവിധാനവും വളരെ സജീവമായി നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി. ഈ 16 മണ്ഡലങ്ങളിൽ 15-ലും തോറ്റാലും ഈ പൊന്നാനി നിലനിർത്തും, അവിടെ തോൽക്കില്ല എന്നുള്ളൊരു ആത്മവിശ്വാസമായിരുന്നു സിപിഎം ഉണ്ടായിരുന്നത്. പക്ഷേ വലിയ ഒരു പരാജയം നേരിട്ടു. 13,000-ലധികം വോട്ടിനാണ് അവിടെ UDF വിജയിച്ചത്. നമുക്കറിയാം, ഇടത് കോട്ട മൊത്തം തകർന്നു. പൊന്നാനി നഗരസഭ ഇടതിന് ഏറ്റവും മേൽക്കൈയുള്ളതാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എല്ലാ നഗരസഭയും എല്ലാ പഞ്ചായത്തും ഇടതിനെ കൈവിട്ടപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇടതിനൊപ്പം നിന്ന, CPM-നൊപ്പം നിന്ന ഏക മുനിസിപ്പാലിറ്റിയാണ് പൊന്നാനി. ആ പൊന്നാനിയിലും വലിയ തിരിച്ചടി, നഗരസഭയിലും തിരിച്ചടി നേരിട്ടു. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള 5 പഞ്ചായത്തുകളിലും വലിയ തിരിച്ചടിയാണ് സിപിഎമ്മിന് നേരിട്ടത്, LDFന് നേരിട്ടത്. വലിയ ഒരു തിരിച്ചടി നേരിടുമെന്ന് അവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായി ഇത് പ്രാഥമികമായി അവർ വിലയിരുത്തുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം, വലിയ തർക്കങ്ങളുണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥാനാർത്ഥിക്കെതിരെ, MK സക്കീറിനെതിരെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഈ പൊന്നാനി നഗരത്തിലും അതോടൊപ്പം തന്നെ നോട്ടീസുകൾ വീടുകളിലും എത്തിയിട്ടുണ്ട്. അത് ഈ സ്ഥാനാർത്ഥി, എല്ലാ സ്ഥാനവും ഈ സ്ഥാനാർത്ഥിക്ക്, ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നു. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവരെ മാറ്റി നിർത്തുന്നുള്ള ഒരു രീതിയിലായിരുന്നു ഈ പ്രചാരണം നടന്നത്. അതോടൊപ്പം തന്നെ സിപിഎമ്മിലെ വിഭാഗീയത, നമ്മുടെ കാലങ്ങളായി പൊന്നാനി സിപിഎമ്മിൽ വലിയ വിഭാഗീയത നടക്കുന്നുണ്ട്. TM സിദ്ദീഖിന്, മുതിർന്ന നേതാവാണ്, കഴിഞ്ഞ തവണ P നന്ദകുമാറിന് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം അവിടെ ഉണ്ടായിരുന്നു. TM സിദ്ദീഖിന് സീറ്റ് നൽകണമെന്ന് ആവശ്യമുണ്ടായിരുന്നു. ആ TM സിദ്ദീഖിന് സീറ്റ് നൽകാത്തതിലുള്ള ഒരു പ്രതിഷേധം TM സിദ്ദീഖിനെ അനുകൂലിക്കുന്നവർ പ്രചരിപ്പിച്ചതാണ് ഈ പ്രചരണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. ഏതായാലും ഇപ്പോൾ അത് പഠിക്കാൻ വേണ്ടി സിപിഎം ഒരു തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ്. അടുത്ത ആഴ്ച തന്നെ സിപിഎമ്മിന്റെ ജില്ലാ കമ്മിറ്റി, തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. അതിനുശേഷം മണ്ഡലം കമ്മിറ്റി ചേരും, മറ്റ് പൊന്നാനിയിലെ 2 ഏരിയ കമ്മിറ്റികൾ ചേരും. അതിനുശേഷമായിരിക്കും ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഇത് പ്രത്യേകം അന്വേഷിക്കുന്നത്. പ്രധാനമായി വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായിരുന്നുള്ളതാണ്. പൊന്നാനി നഗരസഭയിലും തീരദേശ മേഖലയിലും സിപിഎമ്മിന്റെ എക്കാലത്തെയും സ്വാധീനമുള്ള കോട്ടയായ തീരദേശ മേഖലയിൽ പോലും വലിയ തോതിൽ UDF കടന്നു കയറി. അതടക്കം വലിയ രീതിയിൽ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ആരെങ്കിലും വിഭാഗീയ പ്രവർത്തനം നടത്തിയോ അതും പരിശോധിക്കുമെന്നുള്ള. വോട്ട് ചോർച്ച വെളിയങ്കോട് പഞ്ചായത്തിൽ 2000-ലധികം വോട്ടിനാണ് UDF ലീഡുള്ളത്. ഏത് സാഹചര്യത്തിൽ പോലും LDFനൊപ്പം നിൽക്കുന്ന പഞ്ചായത്താണ് വെളിയങ്കോട്. അതോടൊപ്പം തന്നെ പൊന്നാനി നഗരസഭ. ഇത് രണ്ടും സിപിഎമ്മിനെ കൈവിട്ട സാഹചര്യത്തിൽ അവിടെയൊക്കെ പഠനം നടത്തി മറ്റു പല നേതാക്കൾ, ഇതിന് നിന്നായ പല നേതാക്കന്മാർക്കെതിരെയും നടപടിക്കടക്കം സാധ്യതയുണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തലിലാണ് ഇപ്പോൾ സിപിഎം. ഏതായാലും അടുത്ത ആഴ്ചത്തോടുകൂടി ഒരു പ്രത്യേക സമിതി തന്നെ ഇതിനുവേണ്ടി രൂപീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ദിവ്യ.